ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെയും. കാലം കാലങ്ങൾക്ക് വഴിമാറുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ വാക്കുകൾക്ക് സൃഷ്ടിയായ മനുഷ്യന്റെ പ്രത്യുത്തരം എന്ത്? വാഴത്തോപ്പ് കത്തീഡ്രൽ ഇടവകയുടെ കരുത്തുറ്റ പുണ്യവാനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മുൻപിൽ ആദരപൂർവം നമിച്ചുകൊണ്ട് ദൈവത്തിന്റെ മൂർച്ചയേറിയ ശബ്ദങ്ങൾ നിങ്ങളുടെ ചിന്താധാരകളിൽ പ്രകാശം പരത്തുവാൻ വാഴത്തോപ്പ് ബിബ്ലിയാവിഷൻ ക്രിയേഷൻസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വചനം മാറ്റത്തിന്റെ ശങ്കുലി.
അല്ലയോ പ്രവാചക, കുത്തഴിഞ്ഞ ഈ പുതുയുഗത്തിൽ നന്മയുടെ ശക്തമായ ഇടിമുഴക്കമായി വഴിപിഴച്ച ജനതകളുടെ ഇടയിലേക്ക് വചനത്തിന്റെ ശംഖുലിയായി നീ കടന്നു ചെല്ലുക. മനുഷ്യമക്കളിലാരും നശിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. ഘോര പാപങ്ങൾ ജനതകൾക്കിടയിൽ പെരുകിയിരിക്കുന്നത് എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു. അവർക്ക് മാറ്റമുണ്ടാകുവാനായുള്ള ദൗത്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സൈന്യങ്ങളുടെ ദൈവവുമായ കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പൂർവകാലങ്ങളിൽ അവരെ നയിച്ച അങ്ങിന്നും ഒരു പെലിക്കൻ പക്ഷിയെപ്പോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് അവരറിയുവാൻ, യഥാർത്ഥ സത്യങ്ങളിലേക്ക് അവരെ തിരിക്കുവാൻ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ എളിയദാസന് ശക്തി തന്നാലും. നീ ഭയപ്പെടേണ്ട, ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. അറിവിന്റെ തീച്ചുളയിൽ നിന്നും നന്മയുടെ പൊൻകിരണങ്ങൾ ഈ ദൗത്യ വിജയത്തിനായി ഒപ്പമുണ്ടാകും. നീ പോവുക, പ്രഘോഷിക്കുക. ശക്തനാം ദൈവമരുൾ ചെയ്യും എൻ ജനമേ, നിങ്ങൾ കേൾക്കാൻ. വ്രണമായി മാറ്റിയോ ശിരസ് മുഴുവൻ, പിന്മതൻ കൂടാരം ഹൃദയം, പിന്മതൻ കൂടാരം ഹൃദയം. കലഹപ്രിയനും പാപികളും ഒന്നടങ്കം നശിക്കും. നന്മ നിറഞ്ഞൊരു പറുദീസ തീർത്തു ഞാൻ മക്കളെ നിങ്ങൾക്കു വേണ്ടി. നന്മ നിറഞ്ഞൊരു മുൾമുടിക്കെട്ടുകൾ നിങ്ങളോ എൻ പുത്രനേകി, നിങ്ങളോ എൻ പുത്രനേകി. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഓർക്കുക. നിറയും കുടുംബം, കാപട്യം കാട്ടുമയൽക്കാർ, സ്വന്തമാം ചോരയെ കുത്തി മലർത്തുന്ന സാഹോദര്യത്തിന്റെ ലോകം, സ്വന്തമാം ചോരയെ കുത്തി മലർത്തുന്ന സാഹോദര്യത്തിന്റെ ലോകം, സാഹോദര്യത്തിന്റെ ലോകം. വ്യർത്ഥമായ കാഴ്ചകളും കപടമുഖത്തിന്റെ പ്രാർത്ഥനകളും നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നീയൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും അവിടുന്ന് കേൾക്കുകയില്ല. നിന്റെയൊക്കെ കരങ്ങൾ രക്തപങ്കിലമാണ്. കടന്നുപോ, പോയി നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക.
ഭക്തരിൽ ശക്തനാം ദൈവമരുൾ ചെയ്യും എൻ ജനമേ നിങ്ങൾ കേൾക്കാൻ. വ്രണമായി മാറ്റിയോ ശിരസു മുഴുവൻ പിന്മതൻ കൂടാരം ഹൃദയം, പിന്മതൻ കൂടാരം ഹൃദയം. Ladies and gentlemen, I'm your DJ. 20,000 years to the future. The predator is reaching to the nations. Energize the massive sound of the DJ. Enjoy the sensation of Molyneux. You just get into your own little space. We're gonna start here with a kick. Let the bodies hit the floor. Let the bodies hit the floor. Let the bodies hit the floor. Let the bodies hit the. Crazy crowd. As your hands right, left to right. We came off the stage, not to find it high. I rap straight through for time, the lighting lights. Listen to me and you know that's the right side. So we keep the rap together without sound. You don't know, please, baby, you're quiet. It's a new sound, follow it, that's what I found. So put your hands up, crazy crowd. Ladies and gentlemen, I'm your DJ. നോ, പാടില്ല. ആകാശവും ഭൂമിയും പാതാളവുമെല്ലാം അന്ധകാരത്തിന്റെ വെല്ലിടികളാൽ വിറങ്ങലിക്കണം. തിന്മയുടെ ആധിപത്യത്താൽ, നമ്മുടെ ശക്തിയുടെ വലയത്താൽ ഗോഡ്സോ കൺട്രികളും പ്രേതപിശാചുക്കളുടെ അട്ടഹാസങ്ങളുടെയും കൊലച്ചതികളുടെയും വികാര കേന്ദ്രമായി കത്തി ജ്വലിക്കണം. നീ പോ, ഭയപ്പെടുത്തിക്കൊണ്ടല്ല, മൃദുവായി മൃദുവായി മാനസിക ചിന്തകളിൽ കയറിക്കൂടി തിന്മയെ നന്മയെന്ന് മുദ്രകുത്തി തെറ്റിദ്ധരിപ്പിച്ചാൽ നമ്മുടെ സാമ്രാജ്യം വളർന്ന് പന്തലിക്കും. ഇനി തിന്മകളുടെ പൂക്കാലം, ദുരന്തങ്ങളുടെ വസന്തകാലം. നീ പോ, കീഴടക്ക്, നശിപ്പിക്ക്, സർവനാശം പവോ. മരിക്കണം, എനിക്ക് മരിക്കണം. അരുത് കുഞ്ഞെ, അരുത്. നിന്റെ ജീവൻ നീ ആയിട്ട് തന്നെ നശിപ്പിക്കരുത്. എന്താ മനസ്സിൽ കിടന്ന് വേദനിച്ച് നീറിപ്പുകയുന്ന നിന്റെ പ്രശ്നം? പരിഹരിക്കാനാവാത്തതായി ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല കുഞ്ഞെ. നീ ആരാ? എന്തിനാ ഈ ട്രെയിൽപാളത്തിൽ ജീവനെടുക്കാൻ തുനിഞ്ഞേ? അങ്ങയുടെ വാത്സല്യപൂർണവും മൃദുലവുമായ ഈ വാക്കുകൾ എന്നെ എന്തുമാത്രം ആശ്വസിപ്പിക്കുന്നുവെന്നോ? ഒത്തിരിയേറെ പേർക്ക് സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മാർഗം പറഞ്ഞു കൊടുത്തവനാണ് ഈ വൃദ്ധൻ. കുഞ്ഞെ, ആ സമ്പന്നതയിലേക്ക് നിന്നെയും ഞാൻ എത്തിക്കാം. അതിനു മുമ്പ് നിന്റെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞേ. എന്നെ ആർക്കും വേണ്ട. ചെറുപ്പത്തിൽ ഞാൻ നന്നായി പഠിക്കുകയും വരയ്ക്കുകയും നല്ലതുപോലെ പാട്ടുപാടുകയും ചെയ്യുമായിരുന്നു. സ്പോർട്സിലും ധാരാളം സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു. എന്നാൽ എൻ്റെ അപ്പനോ അമ്മയോ ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല. ചേട്ടനും ചേച്ചിക്കും എന്നോട് ദേഷ്യവും. അപ്പൻ മിക്കവാറും മദ്യപിച്ചാണ് വീട്ടിൽ വരുന്നത്. എൻ്റെ ഒറ്റ കാര്യത്തിനും ശ്രദ്ധിക്കാറില്ല. അമ്മയാണെങ്കിൽ സാമൂഹിക സേവനവും സ്ത്രീ ശാക്തീകരണവും എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങിക്കെട്ടി രാവിലെ ഇറങ്ങിക്കോളും. പഠനകാര്യത്തിലെ എന്തെങ്കിലും സംശയം ചോദിച്ചു എന്നാൽ പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, എനിക്കിപ്പോൾ നേരമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. എനിക്കിട്ട് അടിയും തന്നിട്ട് എങ്ങോട്ടേലും പോകും. മക്കളെ ആവശ്യമില്ലാതെ ചീത്ത പറയുകയും
തല്ലുകയും മദ്യപിച്ച് വീട്ടിൽ വരികയും ചെയ്യുന്ന ക്രൂരരായ മാതാപിതാക്കളെയും വേദനിപ്പിക്കുന്ന സഹോദരങ്ങളെയും ഇത്രയും നാൾ സഹിച്ച നീ എന്തുകൊണ്ട് ഇതിലും നേരത്തെ വീട് വിട്ടിറങ്ങിയില്ല? നമ്മളെ വേണ്ടാത്തവരെ നാമും വേണ്ടെന്നങ്ങ് വെച്ചേക്കണം. അല്ല പിന്നെ. എന്നിട്ടോ? അങ്ങനെ ഞാനൊരു ദിവസം അപ്പന്റെ കുപ്പിയിൽ നിന്ന് തന്നെ മദ്യപാനത്തിന്റെ ആദ്യ പടി വെച്ചു. മദ്യം ഒരു വല്ലാത്ത ലഹരിയാണ്. എല്ലാ ദുഃഖങ്ങളും തൽക്കാലത്തേക്ക് മറക്കാനുള്ള മരുന്ന് അല്ലേ കുഞ്ഞെ? ഒരു ഉന്മാദാവസ്ഥയിൽ പഞ്ഞിക്കെട്ട് പോലും ഒഴുകി നടക്കാം. പിന്നെ ഞാൻ അകപ്പെട്ട കൂട്ടുകെട്ടിൽ നിന്നും വെറുതെ കിട്ടിയ മയക്കുമരുന്ന് ഉപയോഗിച്ചു. എന്റെ ദുഃഖമെല്ലാം മാറിയ പോലെ. എന്നാൽ അത് കിട്ടാതെ വന്നപ്പോൾ എന്റെ തലയാകെ പൊട്ടിപ്പോകും പോലെ. തൊണ്ട വരണ്ടുണങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, ശിരസിനുള്ളിൽ 1000 വിഷസർപ്പങ്ങൾ ഇഴഞ്ഞു നടന്നെന്നെ ആഞ്ഞാഞ്ഞു കൊത്തുന്നത് പോലെ. ഞാനങ്ങനെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഏറ്റവും പിറകിലായി. സംഗീതം എനിക്ക് വഴങ്ങാതെയായി. അപ്പോൾ വീട്ടുകാരും സഹോദരങ്ങളും കൂട്ടുകാരും നിന്നെ സഹായിച്ചില്ലേ? ഇല്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന യുവാവായ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. ദുഷ്ടന്മാരാണവർ. കഴിവും സാമർഥ്യവുമുള്ള നിന്നെ മനസ്സിലാക്കാത്തവർ, രക്ഷിക്കാൻ ശ്രമിക്കാത്തവർ. അവരെന്ത് പറഞ്ഞു വിട്ടു? നിന്നെ എന്തിനു കൊള്ളാം, നീ പോയി കാശുണ്ടാക്കി കൊണ്ടുപോവാ, എന്നിട്ട് മകനായിട്ട് അംഗീകരിക്കാമെന്ന്. ഇറക്കി വിടുമെന്ന് ഉറപ്പായപ്പോൾ ഞാനായിട്ട് തന്നെ ഇറങ്ങി നടന്നു. എങ്ങനെയും കാശുണ്ടാക്കണം, അല്ലെങ്കിൽ മരിക്കണം. പണമുണ്ടാക്കാതെ ആ നശിച്ച വീട്ടിലേക്ക് ഞാനില്ല. പണവുമായി ചെന്ന് അവരുടെ മുൻപിൽ തലയുയർത്തി എനിക്ക് നിൽക്കണം. ജോലി അന്വേഷിച്ച് ചെന്നപ്പോൾ എല്ലായിടത്തും ഹൈ ക്വാളിഫിക്കേഷനും റെക്കമെൻഡേഷനും ലക്ഷങ്ങൾ ഡൊണേഷനും. ആരുടെ മുൻപിൽ ഞാൻ ഇനി കൈനീട്ടും? എനിക്ക് ആരുമില്ല. നിനക്ക് ഞാനുണ്ട് കുഞ്ഞെ. നീ കരയാതെ. നിന്നെ ഇറക്കി വിടുവാൻ വരുമ്പെട്ടവരുടെ അടുത്തേക്ക്, നീ ഇറങ്ങിപ്പോന്നിടത്തേക്ക് കോടീശ്വരനായി നിനക്ക് തിരിച്ചു കയറി ചെല്ലാം. അതിന് പണം വേണ്ടേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഈ ചിരിയുടെ അർത്ഥം? ഒന്ന് തെളിച്ചു പറ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ നിനക്ക് സമ്പത്തുണ്ടാകും. എല്ലാ സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളോടും കൂടി നിനക്ക് സുഖിച്ച് ജീവിക്കാം. ജീവിച്ചിരിക്കുമ്പോഴല്ലേ കുഞ്ഞെ സുഖിക്കാൻ ഒക്കൂ. എന്താ, സമ്മതമാണോ? സമ്പത്ത്, സൗഭാഗ്യം, സുഖ സൗകര്യങ്ങൾ വേണം. എനിക്കോ വേണം. ഞാൻ സമ്പന്നനായാൽ ഈ മാലോകരെല്ലാം എന്റെ കാൽ കീഴിൽ തൊഴുതു പിടിച്ച് നിൽക്കും. എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതം. ശരിക്കും അങ്ങ് ആരാ? അങ്ങയുടെ പേരെന്താ? അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ പറയുന്നത് എന്തും നീ ചെയ്തു തരുമെന്ന് സത്യം ചെയ്യ്. നിനക്ക് സമ്പത്ത്, സൗഭാഗ്യം, സുഖസൗകര്യങ്ങൾ എല്ലാം ഞാൻ തരാം. ഒന്നുമില്ലാതെ അലഞ്ഞു തീരാനുള്ളതല്ല ജീവിതമെന്ന് ഇപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്തു തന്നുകൊള്ളാം. ഇത് സത്യം. ഇങ്ങടുത്തു വാ. എന്താണ് നീ ചെയ്തു തരേണ്ടതെന്ന് നിന്റെ കാതുകളിൽ ഞാൻ പറയാം. അതീവ രഹസ്യമാണ്. ഇത് ഞാൻ ചെയ്തു തരാം. എനിക്ക് വേണ്ടത് പണം, സൗഭാഗ്യം, സുഖസൗകര്യങ്ങൾ. ഐ ആം റെഡി ആൻഡ് എഗ്രി വിത്ത് യു. എന്നാൽ എനിക്ക് അങ്ങയുടെ പേരെന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പറയാം മക്കളെ. ആദ്യം ഈ വൃദ്ധൻ പറഞ്ഞ കാര്യം നടത്തിക്കൊണ്ടുവാ. ഇതാ നിനക്ക് അഡ്വാൻസായി ഇതിരിക്കട്ടെ, 30 ലക്ഷം രൂപ. ഓ, 30 ലക്ഷം അഡ്വാൻസ് മാത്രമോ? അപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇനിയും പണം ഒഴുകും. സോ ഫസ്റ്റ് ഈസ് ഡ്യൂട്ടി ആൻഡ് ദി ബാലൻസ്. ഓക്കെ, ടേക്ക് ഇറ്റ് മാൻ. യാഹൂ, 30 ലക്ഷം. 30 ലക്ഷം, 30 ലക്ഷം. യാഹൂ. ഹേ യുവാവേ, സന്തോഷത്തിനിടയിൽ എന്തുകൊണ്ട് നീ പരിഭ്രമിക്കുന്നു? കാലത്തിന്റെ കുത്തൊഴുക്കിൽ അകപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത
യൂദാസിനെ പോലെ പണത്തിന് പിന്നാലെ അന്ധമായി പായുകയല്ലേ നീ? ഞാൻ ഇല്ല, എനിക്കങ്ങയുടെ വാക്കുകൾ താങ്ങാനാവുന്നില്ല. എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചവൻ തന്ന പണമാണിത്. എനിക്കിത് കൂടിയേ തീരൂ. ദൈവ തിരുമുമ്പിൽ നിന്ന് അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അണലി സന്തതികൾക്ക് ജനിച്ച വിഷസർപ്പങ്ങളെ, നിങ്ങൾ നട്ടുവളർത്തിയ പാഴ്മരങ്ങൾക്ക് ചുവട്ടിൽ കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് വഴിമാറി ചിന്തിക്ക്. ഈ ഭൂമിയിലെ അല്പസഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവപുത്രന്റെ ദിവ്യകുരിശോട് ചേർത്ത് വെച്ചാൽ നിത്യമായ രക്ഷ നിന്നെ തേടി വന്ന് സ്വർഗരഥത്തിലേറി ഒരു മാലാഖയായി നിത്യസൗഭാഗ്യം പ്രതിസമ്മാനമാക്കാം. അതല്ല, നീ ഇപ്പോൾ സമ്മതിച്ചുറപ്പിച്ച വലിയ തെറ്റ് ചെയ്യാനാണ് നിന്റെയും നിന്നെപ്പോലുള്ളവരുടെയും ഭാവമെങ്കിൽ നിങ്ങളെല്ലാം നിത്യനാശത്തിന്റെ അഗാധഗർത്തത്തിൽ നീറി നീറി മരണത്തിനു വേണ്ടി ദാഹിക്കും. എത്ര കൊതിച്ചാലും മരണം പോലും നിങ്ങളെ തുണയ്ക്കില്ല. അതുകൊണ്ട് ചിന്തിക്ക്. അതല്ല എങ്കിൽ പമ്പരവിഠിയായി നീയും പോയി നശിക്ക്. ഈ വാക്കുകളിൽ സ്നേഹമോ ശാന്തതയോ ഇല്ല. ഇതെന്റെ ജീവനിലേക്ക് നയിക്കില്ല. ആ വൃദ്ധൻ എത്ര മൃദുവായി സംസാരിച്ചു. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് ജീവിക്കാൻ വകതന്ന് അനുഗ്രഹിച്ചു. ഞാൻ ചിന്തിച്ചു, ഞാൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് പ്രവാചകനെന്ന് ഭ്രാന്ത് പുലമ്പുന്ന ചാവാലി കിഴവ, വഴിമാറി ഞാൻ പോകട്ടെ. സ്നേഹിത, നിനക്ക് കഷ്ടം. രക്ഷയ്ക്കായി ബലിയായി തീർന്നവനെ കൊലക്കളത്തിലേക്ക് വീണ്ടും വീണ്ടും തള്ളിയിടുന്നവർക്കും ദൈവവചനത്തെ പുച്ഛിക്കുന്നവർക്കും അധോഗതി. പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യം പരാജയപ്പെടുത്താൻ ദുഷ്ടനായ സാത്താൻ ശ്രമിക്കുന്നത് അങ്ങ് കാണണമേ. ഓരോ നിമിഷവും അങ്ങിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ആ യുവാവിനെ എന്ത് ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ദാസന് കാട്ടിത്തരണമേ. പ്രകാശവും രക്ഷയുമായ അങ്ങയുടെ രാജ്യം വരണം, വളരണം. അങ്ങനൊരു സ്വപ്നമാണുള്ളത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ പമ്പര വെട്ടിയെന്ന് വിളിച്ച ഭ്രാന്തൻ കിഴവൻ. ഇയാളുടെ വാക്കു കേട്ടിരുന്നെങ്കിൽ ഇതുപോലൊരു ഉയർച്ച എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. എന്നെ രക്ഷിച്ച ആ സാധു വൃദ്ധനെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഘോരമാം താപത്തിലകപ്പെട്ടിടിലും പൂർണ്ണമാം ഉന്നതിയിലേക്കൊരിക്കലും ഞാൻ സംസാരസാഗരെ നീന്തിത്തുടിക്കുവാൻ മറ്റൊരു കടൽപക്ഷി തൻ ഔന്നത്യമേറ്റിടും ഞാൻ. മഹാപ്രഭുവായ അങ്ങേക്ക് വന്ദനം. ഇതാ ഞാനിന്ന് തികച്ച സന്തോഷവാനാണ്. കൂടാതെ അങ്ങ് ആവശ്യപ്പെട്ടതും ഈ പെട്ടിയിലുണ്ട്. ഇനി ബാക്കി തുക തന്നാലും. നീ ഇന്ന് പണത്തിനടിമ. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവനായി നീ മാറി. പണം പണം പണം. ഇതെന്താ ഇപ്പോൾ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കേവലം ഒരു ട്രെയിനിന് തലവെച്ച് ചാകാനൊരുമ്പിട്ട ആർക്കും വേണ്ടാത്ത വെറുമൊരു തെരുവ് തണ്ടിയായി നിന്നെ പ്രലോഭനത്തിന്റെ മയക്കത്തിൽ ആഴ്ത്തിയപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ ആരാണെന്ന്. പറയൂ, ഇനിയെങ്കിലും പറയൂ. നിങ്ങൾ ആരാ? എന്നെ കൊണ്ട് എന്തിനെല്ലാം ചെയ്യിച്ച് ഒരു വിട്ടുവേഷം കിട്ടിച്ചു? വിഡ്ഢികൾക്കല്ലേ വിഡ്ഢിവേഷം കൂടുതൽ ഇണങ്ങുന്നത്. ഇനി കൂടെ കൂടെ നീ ചോദിച്ചതിന് ഉത്തരം, അതായത് ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ എന്നെ നശിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ തന്ന അന്ധകാര ലോകത്തിന്റെ അധിപതിയായ ലൂസിഫറിന്റെ ശിഷ്യൻ ലൂസി ഫെർണാണ്ടസ്. നീ ചെയ്തതിനുള്ള പ്രതിഫലം നീ കൈപ്പറ്റി കഴിഞ്ഞു. യാതൊന്നും ബാക്കി തരാനുമില്ല. നിന്നെക്കൊണ്ടിനി എനിക്ക് ആവശ്യവുമില്ല. പോ, കടന്നു പോ. അയച്ചവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം
വിജയകരമായി ഞാൻ പൂർത്തീകരിച്ചു. ഞാൻ പോകുന്നു. ഇല്ല ഇല്ല, എന്നെ കബളിപ്പിച്ച് നിങ്ങൾക്ക് അങ്ങനെ പോകാനാവില്ല. സമ്മതിക്കില്ല ഞാൻ. ആവനാഴിയിൽ അസ്ത്രമില്ലാത്തവൻ യുദ്ധത്തിന് ഒരുങ്ങുന്നു. മനസ്സിലായില്ല അല്ലേ? തിന്മയോട് പൊരുതുന്നതിനുള്ള അസ്ത്രങ്ങളിൽ ഒന്നായ അത്യുന്നതന്റെ വചനം നിന്റെ ഹൃദയമാകുന്ന ആവനാഴിയിലില്ല. നീ വെറും കീഴം. അങ്ങനെയുള്ള നിനക്ക് എനിക്കെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാനാവില്ല. നീ ദുർബലൻ, ഭീരു. വിശ്വാസ വഞ്ചകനാണ് നിങ്ങൾ. നീചൻ, ചതിയൻ. യെസ്, വിശ്വസിപ്പിച്ച് വഞ്ചിക്കുക, ചതിക്കുക, നശിപ്പിക്കുക. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും അടിത്തറയും. നിന്നെ ഇനി ആവശ്യമില്ല. ദാ വരുന്ന തൈരിനടിയിലേക്ക് നീ പോയി ചാക. എന്നെ തള്ളിവിടല്ലേ. അരുത്, എന്നെ തള്ളിവിടല്ലേ. ഗുഡ് ബൈ യുവാവേ, ഗുഡ് ബൈ. ഭൗതികമായി എന്തെല്ലാം നേടിയാലും ഈ ലോകം തന്നെ വെട്ടിപ്പിടിച്ചാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇനി ഞാൻ എന്ത് ചെയ്യണം? നീ എന്താണ് ചെയ്തു കൂട്ടിയത്? ഈ ദൈവജനത്തോട് അത് ഏറ്റുപറയുക. ഞാൻ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നും കരങ്ങളിൽ സ്വീകരിച്ച അതിപരിശുദ്ധമായ ദിവ്യകാരുണ്യത്തെ പണത്തിനു വേണ്ടി കച്ചവടം ചെയ്തു. മഹാപരാധമാണ് ഞാൻ ചെയ്തതെന്ന് ഇപ്പോൾ തോന്നുന്നു. പാപിയായ ഞാൻ തിരുവോസ്തി ദുരുപയോഗിക്കുന്ന ഹീനരായ സാത്താൻ സേവകർക്ക് ദിവ്യകാരുണ്യത്തെ വിറ്റുതുലച്ചു. മാപ്പ്, മാപ്പ്. നീ ചെയ്തു കൂട്ടിയ തെറ്റിന് മാപ്പില്ല. ഒരിക്കലും ഒരിക്കലും മാപ്പില്ല. ദൈവപുത്രനെ ഇമാതിരി വിറ്റുതുലയ്ക്കുന്നവർക്ക് ആർക്കും ജീവനിലേക്ക് വരാനാവില്ല. നീ നീറി നീറി അലയും. നീ അകപ്പെട്ട മായാവലയ ശക്തികൾ ഇപ്പോൾ തന്നെ നിന്റെ ഐശ്വര്യങ്ങൾ തരിപ്പണമാക്കി കടന്നുപോയി കഴിഞ്ഞു. നിന്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും സ്ഥിതി ആദ്യത്തേതിലും വളരെ കൂടുതൽ മോശമായി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ എനിക്കുമാവില്ല. അയ്യോ, അങ്ങും എന്നെ കൈവിടല്ലേ. ക്ഷണിക സുഖത്തിനായി ഇവൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾക്ക്, ഘോര പാപത്തിന് ഹേ വിശ്വാസ സമൂഹമേ, നിങ്ങൾ തന്നെ വിധി എഴുതൂ. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. അരുതേ, കലിയുഗത്തിന്റെ കരാളഹസ്തങ്ങൾക്ക് പിച്ചു ചീന്താനായി എന്നെ വിട്ടുകൊടുക്കരുതേ. പിശാചിന്റെയും അവന്റെ മാർഗങ്ങളെയും വെറുത്തുപേക്ഷിച്ച് ജീവിതത്തിൽ ആദ്യമായി ഞാനിതാ ചങ്ക് തകർന്ന് വിളിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ മനസ്തപിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനെതിരായി ഞാൻ കൊടുംപാതകം ചെയ്തു പോയി. എല്ലാം നഷ്ടപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കഠിന പാപിയായ ഈ ഉള്ളവന്റെ ചങ്ക് തകർന്ന നിലവിളി അവിടുന്ന് കേൾക്കണമേ. എനിക്കാരുമില്ല കർത്താവേ, എനിക്കാരുമില്ല. പാപിയായ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. അല്ലയോ യുവാവേ, നീ കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. അവയെല്ലാം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. എന്നാൽ നിന്നോടുള്ള എന്റെ സ്നേഹം അചഞ്ചലമാണെന്നറിയുക. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂമഞ്ഞുപോലെ വെണ്മയുള്ളതാക്കിയിരിക്കുന്നു. ഇതാ
എന്റെ പുത്രനെ നിന്റെ പക്കലേക്ക് ഞാൻ അയക്കുന്നു. കൂടുതൽ മോശമായി യാതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. അതിനാൽ നീ പോവുക, എന്റെ വചനങ്ങളെ പ്രഘോഷിക്കുക. എന്റെ വചനങ്ങളാൽ തന്നെ നീ സുരക്ഷിതനായിരിക്കട്ടെ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിലധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, കണ്ണിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി, എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ഭീതിയില്ല നാഥാ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തന്നെ ഞാൻ ഉള്ളിൽ പൂജിച്ചിന്നോളം, മണ്ണിൽ തന്നെ എൻ ലക്ഷ്യം നേടാമെന്നോർത്തു. ഭോഗവസ്തുക്കൾ മാത്രം നിത്യമെന്നോതി, ആത്മജീവിതം പാടെ വിസ്മരിച്ചു ഞാൻ. തമസിൽ സുഖം തേടി, മനസ്സിൻ അകം ശൂന്യം, അലിവിൻ സ്വരം കേൾക്കാൻ തിരിഞ്ഞു വചനമാർഗേ. അനുതാപ കണ്ണീർ വീട്ടി കരയുമ്പോൾ ഈശോ വന്നെന്നിൽ. ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞിടിലും ഈശോ എന്നാളും എന്റെ കൂടെയുണ്ടല്ലോ. രാവണഞ്ഞാലും സൂര്യനസ്തമിച്ചാലും ദീപമായെന്നും മുന്നിൽ നീയുദിക്കുന്നു. അറിവിൻ വരം ചൊരിയൂ, കനിവിൻ കരം നൽകൂ, ഹൃദയം സദാ സമയം തുടിക്കും നന്ദിയോടെ. അഭിമാനം കൊള്ളും ഞാൻ ഈശോയിൽ മാത്രമെന്നാളും. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, കണ്ണിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. മകനെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവദോഷം ചെയ്തവനാണിവൻ. അവൻ രക്ഷപ്പെടണമെന്ന എന്റെ പുത്രന്റെ ആഗ്രഹത്തെ ഞാൻ പരിഗണിക്കുന്നു. എന്നാൽ അവന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നീ ഏറ്റെടുക്കണമെന്നാണ് എന്റെ ഹിതം. എന്റെ ഈശോയെ, വേണ്ട, ഞാൻ ശിക്ഷ ഏറ്റുകൊള്ളാം. ഞാനത് അർഹിക്കുന്നു. അങ്ങനെയും പീഡ സഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാപിയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. വേണ്ട, അങ്ങേ വേദനിപ്പിച്ച് എനിക്കൊന്നുമാകണ്ട. എന്നെ ശിക്ഷിക്കൂ ഈശോയെ. എന്റെ ഈശോയെ, അങ്ങ് എന്തുകൊണ്ട് ഈ പീഡ സഹിക്കുന്നു? അങ്ങേക്ക് ഇത് ഒഴിവാക്കാമല്ലോ. ഈ പീഡകൾ പിതാവിന്റെ ഹിതമാണ്. ആ തിരുഹിതം പൂർത്തീകരിക്കണം. കാരണം
നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇനിമേൽ എനിക്കായി നീ വേല ചെയ്യുക. വചനമാകുന്ന തീക്കനൽ കട്ട നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അന്ധകാര ശക്തികൾ നിന്നെ തൊടില്ല. നിന്നെ ഞാൻ വചനത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇല്ല, അതിന് എനിക്ക് വേണം. വിട്ടു തരില്ല ഞാൻ. സാത്താനെ, നീ ദൂരെ പോവുക. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. നാഥ, എന്റെ നാഥ, അല്ലയോ വിശ്വാസ സമൂഹമേ, ഭൂമിയിൽ അല്പനാൾ മിന്നിവിളങ്ങി 6 അടി മണ്ണിൽ അടക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിത ചെയ്തികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. വഴിമാറി വന്ന കാലത്തിന്റെ മോഹിപ്പിക്കുന്ന വേഷഭൂഷാദികൾക്ക് മുൻപിൽ അടിപതറിയ യുവജനങ്ങളെ നിങ്ങൾ തീരുമാനമെടുക്കൂ. ദൈവത്തിന്റെ മൂർച്ചയേറിയ ശബ്ദങ്ങളാൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റലയടികൾ നിങ്ങളുടെ ചിന്താധാരകളിൽ പ്രകാശം പരത്തട്ടെ. വചനത്തിന്റെ ശങ്കുലികൾ വളരുന്ന തലമുറകൾക്ക് രക്ഷയുടെ സംരക്ഷണ പാത തുറക്കട്ടെ. ജീസസ് ദി ഗ്രേറ്റ്. വാഴത്തോപ്പ് ബിബ്ലിയ വിഷൻ ക്രിയേഷൻസിന്റെ വചനം മാറ്റത്തിന്റെ ശങ്കുലി ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. രംഗത്ത് പ്രവാചകൻ സോളി കുമ്പാട്ട്, സാത്താൻ രാജു വഴക്കുഴ, യുവാവ് ലാലു നടുവത്തെട്ട്, വൃദ്ധൻ ജോർജ് പഴുക്കാക്കുളം, യേശു റിജോ പാലേക്കുടിയിൽ, പടയാളികൾ പാച്ചൻ കാളമ്പേൽ ആൻഡ് ജോയി മംഗലത്ത്. നൃത്തസംവിധാനം റിൻസി സിബി കരോട്ടുകുന്നേൽ ആൻഡ് ആൻഡോമോൻ ചാക്കോ മനയത്തുമാരിയിൽ. ചമയം സ്കറിയ കോട്ടുതുണ്ടിയിൽ. നൃത്തം ദിവ്യ ബിനോയ് മണിമലയിൽ, അനിറ്റ ഷാജു വാലിയിൽ, അനിറ്റ വർഗീസ് ആലനാക്കുടിയിൽ, അൾഡിയ ലോറൻസ് വലിയ വീട്ടിൽ, ആതിര റോയി പുതുശ്ശേരിക്കുന്നേൽ, അധീന റോയി പൊരിമറ്റത്തിൽ, അഞ്ജു ജോസ് നീറനാൽ, സെറിൻ ജോസ് തേക്കിലക്കാട്ട്, റോബിൻ ബെന്നി കുളങ്ങരയിൽ, ബെഞ്ചിത് കുര്യൻ കുമ്പാട്ട്, ജെയിംസ് തോമസ് കുമ്പാട്ട്, അലൻ ബിനു വട്ടപ്പാറയിൽ, അന്ന സിബി കരോട്ടുകുന്നേൽ, ഡെന്ന ടോമി കരോട്ടുകുന്നേൽ, അന്നു തെരേസ് ബിനു മാപ്ലശ്ശേരിൽ, മിന്നു ബിനു മാപ്ലശ്ശേരിൽ, കരീന രാജു കുത്തനാപിള്ളിൽ, മരീറ്റ സജി ചേറ്റാനിയിൽ. ഞങ്ങളുടെ കുഞ്ഞു മാലാഖ ആൻ ദിലീപ് തടത്തിൽ. സ്റ്റുഡിയോ കലാജ്യോതി ഇടുക്കി. റിക്കാർഡിസ്റ്റ് സാബു ഇടുക്കി. വീഡിയോഗ്രഫി ജിജേഷ് വൈക സ്റ്റുഡിയോ ചെറുതോണി. ശബ്ദവും വെളിച്ചവും കേരള സൗണ്ട്സ് കട്ടപ്പന.
കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം അനീഷ് ആലാനിക്കൽ. വാഴത്തോപ്പ് ഇടവകയുടെ വജ്രജൂബിലി നിറവിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ ബഹുമാനപ്പെട്ട വികാരി ഫാദർ അബ്രാഹം പുരാറ്റച്ചനോടും അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു അരേത്തിനാലിനോടും വാഴത്തോപ്പ് ബിബ്ലിയ മിഷൻ ക്രിയേഷൻസിന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു.